ധന്യ, കലക്ടറുമായി ബന്ധപ്പെട്ട്, അതായത് കണ്ണൂർ കലക്ടറും അരുൺ കെ വിജയനുമായി ബന്ധപ്പെട്ട് ഈ നവീൻ ബാബുവിൻ്റെ മരണത്തിൽ അദ്ദേഹത്തിന് എന്താണ് പങ്ക്, അദ്ദേഹത്തിന് എന്തെങ്കിലും പങ്കുണ്ടോ, അദ്ദേഹത്തിന് ഇതിൻ്റെ മറവിൽ എന്താണ് നടക്കുന്നത്, അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നില്ല തുടങ്ങിയ ഒരുപാട് ആരോപണങ്ങൾ ഇങ്ങനെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് മഞ്ജുഷ ചില നീക്കങ്ങൾ നടത്തുന്നതായി നമ്മൾ അറിയുന്നുണ്ട്. അതായത് CBI അന്വേഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വേണമെന്നുള്ള രീതിയിൽ കുടുംബം ആവശ്യപ്പെടാൻ പോകുന്നു. സർക്കാർ എന്താണ് തീരുമാനിക്കുന്നത്, ഈ അന്വേഷണ സംഘത്തിൻ്റെ റിപ്പോർട്ട് വരട്ടെ എന്നുള്ള നിലയ്ക്ക് അവർ കാത്തിരിക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനിടയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ നേരിട്ട് മഞ്ജുഷയെ കാണാൻ എത്തും എന്നുള്ള അഭ്യൂഹങ്ങളൊക്കെ ഇങ്ങനെ പരക്കുന്നുണ്ട്. നമുക്ക് അത്തരത്തിലുള്ള ചില അറിവുകളൊക്കെ കിട്ടുന്നുണ്ട്. എന്തായാലും BJP ഉൾപ്പെടെയുള്ള ഏജൻസികളും കേന്ദ്ര ഏജൻസികളും ഒക്കെ പലരെയും നിരീക്ഷണത്തിലാക്കിയിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ ഈ കലക്ടർ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള പല കളികളും കളിക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുന്നു. എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് രക്ഷപ്പെടണം, തനിക്കെതിരെ ഒരു അന്വേഷണവും വരരുത് എന്നുള്ള നിലയിൽ ചില കളികളൊക്കെ കളിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായിരിക്കും കലക്ടറുടെ നീക്കങ്ങൾ? കളക്ടറെ സംബന്ധിച്ചിടത്തോളം കളക്ടർക്കെതിരെ ഏറ്റവും കൂടുതൽ ആരോപണം ഉന്നയിച്ചത് നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷയാണ്. കാരണം കളക്ടർ മാനസികമായി തൻ്റെ ഭർത്താവിനെ സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട് എന്നും ജോലി ഭാരം കൂടുതലാക്കി കൊടുത്തുകൊണ്ട് തൻ്റെ ഭർത്താവിനെ ഏത് തരത്തിലും ഉപദ്രവിക്കുന്ന നിലപാടാണ് കളക്ടർ സ്വീകരിച്ചതും എന്നുമാണ് മഞ്ജുഷ പല ആവർത്തി പറഞ്ഞത്. ഈ ഹൈക്കോടതിയിൽ ദിവ്യയുടെ ജാമ്യം റദ്ദാക്കണം എന്നുള്ള കാര്യം ഒഴിച്ചാൽ ദിവ്യക്കെതിരെ വലിയ ആരോപണങ്ങളൊന്നും മഞ്ജുഷ ഉന്നയിച്ചിട്ടുമില്ല. അപ്പം മഞ്ജുഷയ്ക്ക് കൃത്യമായിട്ടറിയാം ഇതിൻ്റെ പിന്നിൽ കളക്ടറാണ്. തൻ്റെ ഭർത്താവിൻ്റെ യാത്രയയപ്പ് ചടങ്ങിൽ കളക്ടർ വിളിച്ചിട്ടാണ് PP ദിവ്യ വന്നത് എന്ന് പിന്നെ ദിവ്യ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ PP ദിവ്യയെ അതിലേക്ക് ക്ഷണിച്ചു വരുത്തിയത് കളക്ടറാണ്. കളക്ടർ കോടതിയിൽ കൊടുത്ത അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിലും ഗീതയുടെ മുന്നിലും കൊടുക്കാത്ത കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ആ റിപ്പോർട്ടിൽ പറയാത്ത കാര്യങ്ങളാണ് കോടതിയിൽ പറഞ്ഞത്. തൻ്റെ മുന്നിൽ വന്ന് നവീൻ ബാബു തെറ്റുപറ്റിയെന്ന് കുംഭസാരം നടത്തി എന്നുള്ളത്. എന്താണ് ആ കുംഭസാരം എന്ന് കളക്ടർ പുറത്തുവിടുന്നില്ല. ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ കളക്ടർക്ക് ഇതിൽ വ്യക്തമായ പങ്കുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു, ഈ കേസുമായി ബന്ധപ്പെട്ട CBI അന്വേഷണം ആവശ്യപ്പെടാനുള്ള അണിയറ നീക്കങ്ങൾ മഞ്ജുഷയുടെ കുടുംബത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. മാത്രമല്ല കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഈ വിഷയത്തിൽ കൂടുതൽ ഇടപെടലുകൾ നടത്താൻ സാധ്യതയുണ്ട്. കാരണം CBIയെ ഇവർ സമീപിക്കുമ്പോൾ, അല്ലെങ്കിൽ CBIയുടെ അന്വേഷണം വേണമെന്ന് ഹൈക്കോടതിയെ സമീപിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ഇടപെടൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അപ്പം അത്തരത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ഇടപെടൽ കൂടി ഉണ്ടായാൽ, അമിത്ഷായെ നമുക്കറിയാം ചാണക്യനാണ്, തന്ത്രങ്ങൾ മെനയാൻ മിടുക്കലാണ്. ഒരു നിമിഷം മതി കളക്ടർ അരുൺ കെ വിജയന് ഇതിനുള്ള പങ്ക് എന്താണ് എന്ന് പുറത്ത് കൊണ്ടുവരാൻ. അമിത്ഷായെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ CBIയെ സംബന്ധിച്ചിടത്തോളം കേരള പോലീസ് നോക്കുകുത്തികളായി നിൽക്കുന്നത് പോലെ വലിയ സമയമോ നോക്കുകുത്തികളായി അവർ നിൽക്കില്ല എന്നുള്ളത്. കാരണം അവർക്ക് ഇതിൽ പ്രത്യേക താല്പര്യങ്ങളൊന്നുമില്ല. കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം CPMൻ്റെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, CPMൻ്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന കളക്ടർ, സർക്കാർ ഉദ്യോഗസ്ഥരുണ്ട്. PP ദിവ്യ CPMനോടൊപ്പം ചേർന്ന് നിൽക്കുന്നതിൽ നമുക്ക് അതിശയമില്ല. കാരണം PP ദിവ്യ ഒരു CPM കാരിയാണ്. CPMകാർക്ക് കണ്ണൂരിലെ CPMൻ്റെ ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നായ കണ്ണൂർ ജില്ലയിലെ പഞ്ചായത്ത് പ്രസിഡന്റാണ്. ദിവ്യയെ സംബന്ധിച്ചിടത്തോളം ദിവ്യ CPM അനുഭാവിയാണ്, അല്ലെങ്കിൽ CPMൻ്റെ ഒരു നേതാവ് കൂടിയാണ്. കളക്ടർ എന്ന് പറയുന്നത് ഒരു ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം, തന്നോടൊപ്പം സഹകരിക്കുന്ന അല്ലെങ്കിൽ തന്നോടൊപ്പം പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകരോടൊപ്പം നിൽക്കേണ്ട ഒരു കളക്ടർ, ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ തൻ്റെ താഴെത്തട്ടിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ മാനസികമായി പീഡിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അത് അംഗീകരിക്കാൻ കഴിയില്ല. അപ്പോൾ കളക്ടർക്കെതിരെ നീങ്ങാനുള്ള നീക്കങ്ങൾ മഞ്ജുഷയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്ന് അറിയുമ്പോൾ തീർച്ചയായും മഞ്ജുഷയുടെ കാല് പിടിക്കേണ്ട അവസ്ഥ കളക്ടർക്ക് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. തീർച്ചയായും. അതായത് മഞ്ജുഷയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം തൻ്റെ ഭർത്താവിൻ്റെ മരണത്തിന് ഉത്തരവാദികളായവരെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കുക, അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക. ഒരു PP ദിവ്യ മാത്രമല്ല, മഞ്ജുഷയുടെ പ്രതികരണത്തിൽ ദിവ്യയ്ക്ക് ജാമ്യം നിഷേധിക്കപ്പെട്ടത് മുതൽ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് എനിക്ക് സമാധാനമുണ്ട്, ആശ്വാസമുണ്ട് എന്ന് അവർ പറഞ്ഞിരുന്നു. പക്ഷെ അതിനപ്പുറത്തേക്ക് ദിവ്യയിലേക്ക് മാത്രം അവർ ഒതുങ്ങുന്നില്ല. അവർക്ക് പലതും പറയാനുണ്ട്. ഈ ദിവ്യയുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ കലക്ടറുമായി ബന്ധപ്പെട്ട്, പ്രശാന്തനുമായി ബന്ധപ്പെട്ട് ഇവരുടെ അഴിമതി കഥകൾ, ഇവരുടെ പുറകിലുള്ള നെക്സസുകൾ, അത്തരം നെക്സസുകളെ കുറിച്ചൊക്കെ ഈ മഞ്ജുഷയ്ക്ക് കൃത്യമായൊരു ബോധമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് എന്തായാലും നവീൻ ബാബു തൻ്റെ
ഭാര്യയായിട്ടുള്ള മഞ്ജുഷയോട് സ്വകാര്യ ദുഃഖങ്ങൾ പങ്കുവെക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്താണ് സംഭവിക്കുന്നത്, എന്താണ് സംഭവിച്ചത്, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ നവീൻ ബാബു പറയും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ അതൊക്കെ അറിയാവുന്ന മഞ്ജുഷ ഈ കാര്യത്തിൽ കൃത്യമായ ഒരു നിയമ നടപടിക്ക് പോവുകയും ആ നിയമ നടപടി സ്വീകരിച്ചുകൊണ്ട് ഇവരെ ഇവർക്കൊരു കൃത്യമായ ശിക്ഷ അല്ലെങ്കിൽ നിയമം അനുശാസിക്കുന്ന മാതൃകാപരമായ ശിക്ഷ കിട്ടണം എന്നുള്ള നിലയിൽ തന്നെ മഞ്ജുഷ മുന്നോട്ട് പോകുന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമൊന്നും വേണ്ട. അതിനെ ഇവർ ഭയക്കുന്നുണ്ട്. മഞ്ജുഷ ഇവർ കൃത്യമായി ഭയക്കുന്നുണ്ട്. കാര്യം കലക്ടർ ആയാലും പ്രശാന്തനായാലും, കലക്ടറെയും പ്രശാന്തനെയും ദിവ്യയെയും മാത്രമാണ് നമുക്കറിയുന്നത്. ഇതിന് പുറകിലെ നെക്സസിനെ കുറിച്ച് നമ്മളൊന്നും ചിന്തിക്കുന്നില്ല. വീണ്ടും ഞാൻ പറയുന്നു, തൃച്ചംബരം ക്ഷേത്രത്തിലെ 1000 ഏക്കർ ഭൂമി വകമാറ്റി തട്ടിയെടുക്കാൻ ശ്രമിച്ച ഭൂമാഫിയ ഉൾപ്പെടെ ഈ പെട്രോൾ പമ്പ് തുടങ്ങാനും ഇതുമായി ബന്ധപ്പെട്ട ക്രയവിക്രയങ്ങൾ നടത്താനും വേണ്ടി വ്യാജ രേഖകളുണ്ട്. അതായത് വ്യാജരേഖ എന്ന് ഞാൻ പറയുന്നത് നവീൻ ബാബുവിനെ ചതിക്കാൻ വേണ്ടി മുഖ്യമന്ത്രിക്കടക്കം കത്തയക്കുകയും സ്വർണം കടയിൽ കൊണ്ടുപോയി സ്വർണം പണയം വെച്ച് പൈസ വാങ്ങുകയും ഈ പൈസ നവീൻ ബാബുവിന് കൊടുത്തിട്ടുണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള കള്ളങ്ങൾ പ്രചരിപ്പിക്കുകയും അതിനെ ഒരു ദൃശ്യം മോഡൽ കഥ മെനയുകയും ഒക്കെ ചെയ്തു എന്ന് സംശയിക്കുന്ന ആളാണ് ഈ പ്രശാന്തൻ. ഇതൊന്നും പ്രശാന്തന്റെ തലയിൽ മാത്രം ഉദിച്ചതാണ് എന്ന് വിശ്വസിക്കാൻ മാത്രം മന്ദബുദ്ധികളല്ല കേരളത്തിലെ ജനങ്ങൾ എന്നുള്ളത് ഇവർ ആദ്യം മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് അന്വേഷണം പുറകിലേക്ക് പോകാത്തത് എന്നുള്ളതും വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്ന സാഹചര്യത്തിൽ കേന്ദ്രത്തിന് ചില സൂചനകൾ കിട്ടിയിട്ടുണ്ട്. കാരണം ഈ കേസ് കൃത്യമായി അന്വേഷിച്ചാൽ ഇതിന് പുറകിലുള്ള ചില പുലികൾ പുറത്തു വരുമെന്നും ചില അഴിമതിയുമായി ബന്ധപ്പെട്ട ചില വലിയ സത്യങ്ങൾ പുറത്തു വരുമെന്നും അതിൽ കുടുങ്ങാൻ പോകുന്നത് CPM മാത്രമല്ല ഇടതുപക്ഷത്തെ ചില കക്ഷികൾ കൂടെയാണെന്നും ഒക്കെയുള്ള ചില സൂചനകൾ കേന്ദ്രത്തിന് കിട്ടിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ഈ കേസിനകത്ത് EDയുടെ ഒരു അന്വേഷണം, തൃച്ചംബരം ക്ഷേത്രത്തിന്റെ ആരോപണവുമായി ബന്ധപ്പെട്ട് ഇത്തരം വകമാറ്റൽ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് കലക്ടർക്കെതിരെയുള്ള നിരന്തരമായ ആരോപണങ്ങൾ കേന്ദ്രത്തിന് നേരെ പോകുമ്പോൾ കേന്ദ്രത്തിന് ഒരു കാര്യം ചെയ്യാം. കേന്ദ്രത്തിന് ഒരു പ്രത്യേക പവറുണ്ട്. ഇപ്പോൾ ഏത് IPS IAS ഉദ്യോഗസ്ഥന്മാരെ തിരിച്ചു വിളിക്കാം. കേന്ദ്രത്തിന് IASകാരെ തിരിച്ചു വിളിക്കാം. അതായത് അഖിലേന്ത്യാ കേടാണ്, UPSC ആണ് പിന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ അവരെ തിരിച്ചു വിളിച്ചാൽ തിരിച്ചു വിളിച്ച് കേന്ദ്ര സർവീസിലേക്ക് എപ്പോൾ തിരിച്ചു വിളിച്ചാൽ ഇവർ പോകണം എന്നുള്ളതാണ് നിയമം. അങ്ങനെ തിരിച്ചു വിളിച്ച് കേന്ദ്രം ഒരു അന്വേഷണം പ്രഖ്യാപിച്ചാൽ കുടുങ്ങാവുന്നതേ ഉള്ളൂ ഈ അരുൺ കെ വിജയൻ എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ കലക്ടർ അതിലേക്ക് പോകുമ്പോൾ ഒരുപാട് ആളുകളെ ഈ റഡാറിനുള്ളിൽ കൊണ്ടുവരാൻ കഴിയും. അതായത് അന്വേഷണത്തിന്റെ റഡാറിനുള്ളിൽ കൊണ്ടുവരാൻ കഴിയുമെന്നും കൂടുതൽ രഹസ്യങ്ങൾ പുറത്തേക്ക് വരുമെന്നും BJPക്ക് കൃത്യമായി സൂചനകൾ കിട്ടിയിട്ടുണ്ട്. അത് വെച്ച് രാഷ്ട്രീയപരമായും നിയമപരമായും BJP കളിക്കും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം അത് അവരുടെ പൊളിറ്റിക്കൽ ആവശ്യം കൂടെയാണ്. കാരണം ഇത്തരത്തിലുള്ള നെറികേടുകൾ പുറത്തു വന്നാൽ മാത്രമാണ് BJPക്ക് കുറച്ചുകൂടി സാധ്യത കേരളത്തിൽ തെളിയുകയുള്ളൂ. ആ സാധ്യതയിൽ ഊന്നിക്കൊണ്ടുള്ള കാര്യങ്ങളാണ് BJP ഇപ്പോൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. BJP മാത്രമല്ല, കേന്ദ്രം ഇപ്പം നമുക്കറിയാം സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി കേന്ദ്രമന്ത്രി ആയിരിക്കുമ്പോൾ അദ്ദേഹം നടത്തിയ ഇടപെടലുകളുണ്ട്. അദ്ദേഹം കേന്ദ്ര പെട്രോളിയം മന്ത്രാലയത്തോട് ഇതിലെന്താണ് സംഭവിച്ചത് എന്നുള്ളതിന് കൃത്യമായ ഒരു അന്വേഷണം നടത്തി റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി സുരേഷ് ഗോപി പറഞ്ഞിട്ടുണ്ട്. ആ പെട്രോൾ പമ്പിന്റെ കാര്യം പോക്കാണ് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതൊരു വളവിൽ നിൽക്കുന്ന സ്ഥലമാണ്. അവിടത്തേക്ക് ആദ്യം ഇതിന് NOC കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ട് വന്നത് ആരെന്നാണെന്നറിയാമോ? ഈ ആഭ്യന്തര മന്ത്രി ഭരിക്കുന്ന ഇവരൊക്കെ പറയുന്ന ഈ ഗോഡ്ഫാദർ ഉള്ള ഈ ആഭ്യന്തര ഗോഡ്ഫാദറിന്റെ പോലീസ് നിന്നാണ് ഈ ഒരു ഇത് വന്നത്. പോലീസ് റിപ്പോർട്ട് നെഗറ്റീവായിരുന്നു. അപ്പൊ അതിനെ വെച്ചുകൊണ്ട് നവീൻ ബാബുവിന് ഇത് കൊടുക്കാൻ കഴിയില്ല. പിന്നീട് അതൊക്കെ ശരിയാക്കി ഫയർഫോഴ്സിന്റെ മറ്റു കാര്യങ്ങളെല്ലാം ശരിയാക്കിയതിനു ശേഷം ആ റിപ്പോർട്ട് കിട്ടിയത് മുതൽ നവീൻ ബാബു പെട്ടെന്ന് തന്നെ അത് ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം അതിൽ വീഴ്ച വരുത്തിയിട്ടില്ല എന്നും സമയം വൈകിയിട്ടില്ല എന്നും ഒക്കെ ഗീതയുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. അപ്പൊ ആ റിപ്പോർട്ട് ഇവർ മുക്കി വെച്ചിരിക്കുകയാണ്. അത് അവിടെ നിൽക്കട്ടെ. ഇത്തരം റിപ്പോർട്ടുകളൊക്കെ മുക്കി ദിവ്യയെയും കലക്ടറെയും അതുപോലെ തന്നെ പ്രശാന്തനെയും ഒക്കെ അങ്ങ് എന്താക്കി കളയാം, അങ്ങ് രക്ഷിച്ചു കളയാം എന്നുള്ള ധാരണയൊന്നും നടക്കില്ല എന്നുള്ളതും നടക്കും. ആ നടക്കുന്നതിനപ്പുറത്തേക്ക് ഒരാൾ ഇതിൻ്റെയൊക്കെ മുകളിൽ അമിത്ഷാ എന്ന് പറയുന്ന ഒരാളുണ്ട് എന്നുള്ളത് ഇവർ മനസ്സിലാക്കുന്നില്ല. അത് മനസ്സിലാക്കുന്നില്ല എന്നുള്ള അപ്പുറത്തേക്ക് ഇവർ മനസ്സിലാക്കുന്നുണ്ട്, ഇവർക്ക് ഭയവുമുണ്ട്. അപ്പൊ അതിനെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് ചില നീക്കങ്ങളൊക്കെ ഇവർ നടത്തുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതലായി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രശാന്തിനെയൊക്കെ ചോദ്യം ചെയ്തപ്പോൾ എനിക്ക് 2 ഒപ്പുണ്ട് സാറേ എന്ന് പറഞ്ഞത് കേരള പോലീസ് വിശ്വസിക്കുമെന്നതിൽ അപ്പുറത്തേക്ക് കേന്ദ്ര ഏജൻസികൾ വിശ്വസിക്കില്ല എന്നുള്ളതും പോട്ടെ. CPMന്റെ ബ്രാഞ്ച് കമ്മിറ്റിയിൽ ഇരിക്കുന്ന ഒരു സാധാരണ സഖാവിനോട് എനിക്ക് 2 ഒപ്പുണ്ട് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? അവരെ വിശ്വസിപ്പിക്കാൻ പറ്റുമോ? ഇതാണ് ചോദ്യം. അടിമകൾ, ക്യാപ്സൂളുകൾ ഇതല്ല സത്യമെന്ന് പറഞ്ഞുകൊണ്ട് ഇറക്കുമ്പോഴും അവനവന്റെ മനസ്സിലെ മനോവേദന
ഒരു അടിമയോളം മനസ്സിലാക്കാൻ മറ്റൊരാൾ കഴിയില്ല എന്നുള്ളതാണ്. അവരൊക്കെ എത്ര വേദനയോടുകൂടിയാണ് ഈ അടിമ ക്യാപ്സ്യൂളുകൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്, എല്ലാ പാർട്ടിയിലും, ഏത് പാർട്ടിയിലും. അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും ശരിയല്ല എന്നുള്ളത് മാത്രമാണ്. എന്തായാലും മഞ്ജുഷയുടെ ഇടപെടൽ മൂലം കേന്ദ്രം വരുന്നു എന്നുള്ള ഒരു ഭയത്താൽ കലക്ടർ മഞ്ജുഷയുടെ അടുത്തേക്ക് പോയി ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു നീക്കുപോക്കുണ്ടാക്കാനുള്ള ശ്രമം നടത്താതിരിക്കില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ നവീൻ ബാബുവിന്റെ ഭരണത്തിൽ നീതി കിട്ടട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.